കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടറെ എല്ലാവരോടും ഒന്ന് പുറത്തേക്ക് നിൽക്കുവാൻ പറയുവാണ്. ഈ സമയം സുസ്മിത മനസ്സിൽ പറയണേ, എടി ശ്യാമേ, നിൻ്റെ ഒരു കള്ളക്കളി ഞാനിവിടെ ഉള്ളപ്പോൾ നടക്കില്ല, നിന്നെ ഞാൻ എല്ലാവരുടെ മുമ്പിലിട്ട് പൊളിച്ചെടുക്കും. അങ്ങനെ പറഞ്ഞ് സുസ്മിതയെ പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ ടെൻഷനോട് കൂടി ഡോക്ടറിനോട് ചോദിക്കണേ, ഡോക്ടറെ എങ്ങനെ ഇന്ന് പ്രസവം നടത്തുമെന്നാണ് പറയുന്നത്, അവർക്ക് എങ്ങനെ ഞാൻ കുഞ്ഞിനെ കൊടുക്കും? അന്നേരം ഡോക്ടർ പറയണേ, കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്. ശാലിനി പ്രസവിച്ചു, പെൺകുട്ടിയാ. അതേക്കുമ്പോൾ ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ആ സമയം ഡോക്ടർ പറയണേ, ഇനി കുഞ്ഞിനെ അവരുടെ ആരുടെ കണ്ണിപ്പെടാതെ ഇവിടെ എത്തിച്ചാൽ മാത്രം മതി. അന്നേരം ശ്യാമ ചോദിക്കണേ, അല്ല അതെങ്ങനെ എത്തിക്കും, അവരെല്ലാവരും പുറത്തു തന്നെ ഇരിക്കുമല്ലേ? ആ സമയം ഡോക്ടർ പറയണേ, അതിനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, തൻ്റെ കുഞ്ഞേച്ചി തന്നെയാണ് അതിന് വഴി പറഞ്ഞു തന്നത്. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ കോൾ എടുത്ത് അവിടുത്തെ അറ്റൻഡറെ വിളിക്കുവാണ്. എന്നിട്ട് അയാളോട് പറയണേ, അതെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പവറൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് കോൾ കട്ടാക്കുവാണ്. ഇതേ സമയം കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ശാലിനിട്ടോ കാണിക്കുന്നത്. ശാലിനി കുഞ്ഞിനോട് പറയണേ, എൻ്റെ മോള് ആവശ്യത്തിന് കുടിച്ചോ, ഇത് അമ്മ നിനക്ക് ആദ്യമായിട്ട് തരുന്ന ജീവാമൃതോ, ആദ്യമായിട്ടും അവസാനമായിട്ടും. എൻ്റെ മുത്തിനെ ഞാൻ പറഞ്ഞു വിടുന്നത് എനിക്കിഷ്ടമല്ലാഞ്ഞിട്ടല്ല, ചിലരുടെയൊക്കെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. മോളെ അമ്മക്ക് ഒത്തിരി ഇഷ്ടമാണ്, എങ്കിലും മോളിപ്പോൾ ശ്യാമ അമ്മയുടെ കൂടെ വേണം വളരാൻ. അവിടെ സത്യാമ്മയുടെ വീട്ടിൽ മോളൊരു രാജകുമാരിയെ പോലെ തന്നെ വളരും. ഈ അമ്മയുടെ മുഖം അപ്പം നിനക്ക് ഓർമ്മയുണ്ടാകുമോ? ഓർമ്മയുണ്ടാകണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കാം, പക്ഷേ എങ്കിലും എല്ലാവരുടെയും നല്ലതിന് ഓർമ്മയില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവിടെ നിനക്ക് അച്ഛനും അമ്മയുണ്ട്, പിന്നെ സ്വന്തം അച്ഛനും സ്വന്തം മകളുമാണെന്ന് തിരിച്ചറിയാനാവില്ലെങ്കിലും എൻ്റെ വിഷ്ണുവേട്ടനും അവിടെയുണ്ട്. നിന്നെ എൻ്റെ വിഷ്ണുവേട്ടനും പൊന്നുപോലെ നോക്കും. ഈ സമയത്ത് കറണ്ട് പോകുവാണ് കേട്ടോ. അന്നേരം ഡോക്ടർ ശാലിനിയുടെ റൂമിലേക്ക് എത്തുവാണ്. അങ്ങനെ ശാലിനി ചങ്കുകൊട്ടുന്ന വേദനയോട് കൂടി കുഞ്ഞിനെ ശാരദാമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുവാണ്. ഇതേ സമയം സത്യഭാമയൊക്കെ രോഹിത്തിനോട് പറയണേ, ശേ ഇതെന്താ വീണ്ടും കറണ്ട് പോയല്ലോ? അന്നേരം വിഷ്ണു പറയണേ, ഞാൻ വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു അമ്മേ. രോഹിത്തെ, നീ വേഗം ഇവിടുത്തെ സ്റ്റാഫിനെ ആരെങ്കിലും വിളിക്കും. ഇതേ സമയം ഡോക്ടറും ശാരദാമ്മയും കൂടി കുഞ്ഞിനെയും കൊണ്ട് പതിയെ അവരുടെ മുമ്പിൽ കൂടി ശ്യാമ കിടക്കുന്ന റൂമിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. ഈ സമയം കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിക്കാല് വിഷ്ണുവിൻ്റെ കയ്യിൽ പതിയെ തട്ടുന്നുണ്ട്. വിഷ്ണുവിന് ആ സമയം വല്ലാത്തൊരു ഫീലിംഗ് തോന്നുവാണ്. അങ്ങനെ ആരുടെ ശ്രദ്ധയപ്പെടാതെ അവർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുവാണ്. പെട്ടെന്ന് സത്യാമ്മക്ക് അവിടെ ഒരു ആളനക്കം കേട്ടിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സന്ധ്യ ഡോക്ടർ വന്നിട്ട് പറയണേ, സത്യാമ്മേ ഞാനാ, ശ്യാമക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ ഡോക്ടറെ കറണ്ടില്ലല്ലോ എന്ന് സത്യഭാമ പറയുമ്പോൾ ഡോക്ടർ പറയണേ, സാരമില്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ വരുമായിരിക്കും. അങ്ങനെ ഡോക്ടർ അകത്തേക്ക് പോകുവാണ്. ഈ സമയം ശാരദാമ്മ കുഞ്ഞിനെ ശ്യാമയുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ് കേട്ടോ. പിന്നീട് ഡോക്ടർ ശാരദാമ്മയോട് പുറത്തേക്ക് പോയിക്കോളാൻ പറയുക. അങ്ങനെ ശാരദാമ്മയും റൂമിന് പുറത്തു വന്ന് നിൽക്കുവാണ്. ഈ ഒരു സമയത്ത് കറണ്ട് വരുവാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം കുറച്ച് നേരങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് എല്ലാവരോടും പറയണേ, അതെ ശ്യാമ പ്രസവിച്ചു, പെൺകുട്ടിയാ, അമ്മക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും കയറി വന്ന് കാണാം. അതേക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുവാണ്. ഈ സമയം സുസ്മിതയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കണേ, ഗർഭമില്ലാത്തവൾ എങ്ങനെ പ്രസവിച്ചു? ഇതെന്താ പുരാണോ മറ്റോ ആണോ? എന്തോ ചതി നടന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും കുഞ്ഞിനെ കാണാനായിട്ട് അകത്തേക്ക് കയറുവാണ്. ഈ സമയം സുസ്മിതയും ഓടിപ്പാഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കാണുമ്പോൾ ബാമക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. ബാമ കുഞ്ഞിനെ മേടിച്ച് അതിനെ വാത്സല്യത്തോടെ നോക്കുക. എന്നിട്ട് പറയണേ, ആഹാ, അമ്മയുടെ അതേ മുഖച്ചായ തന്നെയാണ് മോൾക്കും. അന്നേരം ശ്യാമ പറയണേ, ശരിയാ, അവൾക്ക് അമ്മയുടെ അതേ മുഖച്ചായ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ സമയം ബാമ ചോദിക്കണേ, ഈ കുഞ്ഞിൻ്റെ അമ്മ നീയല്ലേ, അപ്പം നിൻ്റെ മുഖച്ചായ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? അന്നേരം ശ്യാമ പറയണേ, അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. ദേ രോഹിത്തെ നോക്കിയേ, നിനക്കെന്താടാ നിൻ്റെ കുഞ്ഞിനോടൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം വിഷ്ണു ഒത്തിരി സന്തോഷത്തോടെ ആ കുഞ്ഞിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ശ്യാമക്കും ശാരദാമ്മക്കും ഒക്കെ വല്ലാതൊരു സങ്കടം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കണ്ട് സുസ്മിതയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കണേ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? റബ്ബർ കുഞ്ഞൊന്നുമല്ല, ഇത് മനുഷ്യക്കുഞ്ഞ് തന്നെയാണ്. എന്നാലും ഇതെവിടെന്നാ ഈ കുഞ്ഞ്? എന്തോ വലിയൊരു കൃത്രിമം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. ഒന്ന് മെനക്കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും എക്സൈറ്റ്മെൻ്റ് നിൽക്കുന്ന സമയത്ത് ഞാനിനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ബാമാൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കരണം പൊളിക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. ഈ കുഞ്ഞിൻ്റെ പുറകിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് ഉടനെ തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. പിന്നീട് കാണിക്കുന്നതിൽ റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ശാലിനിയാണ്. ഈ സമയം ഡോക്ടറും ശാരദാമ്മയും ശാലിനിയുടെ അരികിലേക്ക് വരുക. എന്നിട്ട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഭംഗിയായിട്ട് നടന്നു എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്നാലും ശ്യാമയുടെ ജീവിതത്തിൽ സന്തോഷം വന്നല്ലോ, ഇനി അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അത് കേൾക്കുമ്പോൾ ശാരദ ചോദിക്കണേ, പക്ഷേ മോളെ, നിൻ്റെ ജീവിതത്തിലെ സന്തോഷം അതില്ലാതാക്കിക്കൊണ്ടല്ലേ നീ ഇപ്പോൾ അവളുടെ ജീവിതം നന്നാക്കിയത്? നിൻ്റെ ജീവിതം ഇനി എന്താ മോളെ? നീ ഹൃദയം നുറങ്ങുന്ന വേദനയോടല്ലേ നിൻ്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തത്?
അമ്മയെന്ന നിലയിൽ അതൊക്കെ കണ്ടു നിൽക്കാനല്ലേ എനിക്കും കഴിഞ്ഞുള്ളൂ. അന്നേരം ശാലിനി പറഞ്ഞേ, അതൊന്നും സാരമില്ല അമ്മേ, അവിടെ എൻ്റെ കുഞ്ഞ് സന്തോഷത്തോട്ട് ജീവിക്കില്ലേ, എനിക്കത് മതി. പെട്ടെന്ന് തന്നെ ശാലിനിക്ക് വല്ലാതെ ഒരു വയറുവേദന തോന്നുവാണ്. അമ്മേ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ശാരദാമ്മ പറഞ്ഞേ, അയ്യോ ഡോക്ടറെ, എന്താ ഇത്, പ്രസവം കഴിഞ്ഞതല്ലേ? ഡോക്ടർ പറയുക, ഞാനിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ വയറിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി അലറിക്കരയുക, അയ്യോ പ്രസവത്തിനെ പോലെ തന്നെയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഈ സമയം ശാലിനിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്